കനത്ത മഴയിൽ ജില്ലയിലെ പുഴകളെല്ലാം നിറഞ്ഞൊഴുകുകയാണ്. ഇതോടെ വെള്ളച്ചാട്ടങ്ങളും വേറിട്ട കാഴ്ചയായി മാറിക്കഴിഞ്ഞു. രൗദ്രതയിൽ കുത്തിയൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ശ്രീനാരായണപുരം റിപ്പിൾ വാട്ടർഫോൾസ് ഇൻസ്റ്റഗ്രാമിലും 11 മില്യണും കഴിഞ്ഞ് കുത്തൊഴുക്ക് തുടരുകയാണ്. മഴയ്ക്ക് നേരിയ ശമനമുണ്ടായതോടെ നിരവധി സഞ്ചാരികളും വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ ഇവിടേക്ക് എത്തുന്നുണ്ട്. ശക്തമായ മഴയിൽ മുതിരപ്പുഴ ഇപ്പോഴും നിറഞ്ഞൊഴുകുകയാണ്. ഇതോടെ ശ്രീനാരായണപുരം വെള്ളച്ചാട്ടവും രൗദ്രതയിൽ കുത്തിയൊഴുകുന്നു. കുതിച്ചെത്തുന്ന വെള്ളം കുത്തിലേക്ക് പതിച്ച ജലസ്ഫോടനം കണക്കെ ചിന്നിച്ചിതറി തെറിക്കുന്നു. ഒപ്പം പുക പോലെ മഞ്ഞും ഉയർന്നു പൊങ്ങുന്ന കാഴ്ച. വെള്ളച്ചാട്ടങ്ങൾ എക്കാലത്തെയും ഹൈറേഞ്ചിന്റെ ഏറ്റവും പ്രധാന കാഴ്ചയാണെങ്കിലും നിലവിലുള്ള ദൃശ്യാനുഭവം ഏറെ വ്യത്യസ്തമാണ്. പവലിയൻ ഉള്ളതിനാൽ ഈ വെള്ളച്ചാട്ടം ഏറെ അടുത്തു നിന്ന് അപകടരഹിതമായി ആസ്വദിക്കാം എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. സോഷ്യൽ മീഡിയയിലും വെള്ളച്ചാട്ടം ഹിറ്റായതോടെ ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. பார்க்குறதுக்கு நல்லா தான் இருக்குது. இங்கே வந்துட்டு தண்ணி இப்போ அதிகமாக வர்றதுனால கொஞ்சம் ஓரளவுக்கு ரெஃப்ரெஷ்மெண்ட்டாக தெரியுது. எப்போவுமே வந்துட்டு இதே அளவுக்கு தண்ணி இருந்தால் இன்னுം கொஞ்சம் நல்லா இருக்கும். അത് നമ്മ കയ്യിലല്ല, നേച്ചർ കയ്യിലാണ്. സഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിച്ചതോടെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഉണർവ് പകരുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസും അറബ് സഞ്ചാരികളുമാണ് കൂടുതലായിട്ട് എത്തുന്നതെന്ന് DTPC ജീവനക്കാരും വ്യക്തമാക്കുന്നു. ഇപ്പോൾ വിദേശീയരും സ്വദേശീയരുമായിട്ടുള്ള നിരവധി ഗസ്റ്റുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി ഏകദേശം ഒരു 600-700 വിസിറ്റേഴ്സ് ഇവിടെ എത്തുന്നുണ്ട്. നമ്മുടെ ഈ റിപ്പിൾ വാട്ടർഫോൾസ് കാണുന്നതിന് വേണ്ടി തന്നെ ഇവിടെ ഇപ്പോൾ നിരവധിയായ എല്ലാ ഫെസിലിറ്റിയും നമ്മളിവിടെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ. നിലവിൽ മഴയ്ക്ക് ശമനമുള്ളതും സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതും വലിയ പ്രതീക്ഷയാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് പകർന്നു നൽകുന്നത്. കാലവർഷ ആരംഭം മുതൽ ശക്തമായ മഴയെ തുടർന്ന് വിനോദസഞ്ചാര മേഖലയിൽ ഇടവിട്ട് ഏർപ്പെടുത്തിയിരുന്ന നിരോധനങ്ങളും നിയന്ത്രണങ്ങളും വലിയ തിരിച്ചടിയായി മാറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.